വായനയെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ? ഈ തിരക്കിട്ട ജീവിതത്തിൽ വായനയെ ആസ്വദിക്കാൻ മറന്നുവോ? എങ്കിൽ കോഴിക്കോട് കമ്മ്യൂണിറ്റി നിങ്ങൾക്കുള്ളതാണ്. ചെറുപ്പം മുതലേ പുസ്തകങ്ങൾ ഇഷ്ടമാണ്, വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. കുട്ടിക്കാലത്ത് മുതലേ വായന ശീലമുള്ള ആളാണ്. കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ SOCനെ കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അറിയുന്നത്. അപ്പം വായിക്കാനൊരിടം അല്ലെങ്കിൽ വായനക്ക് വേണ്ടിയിട്ടൊരു കൂട്ടം, ഒരു കമ്മ്യൂണിറ്റി എന്നുള്ളത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഒരു രാവിലെ പുസ്തകം എടുത്ത് ഇങ്ങോട്ട് വരികയും ചെയ്തതാണ്. SOC റീഡ്സ് ആക്ച്വലി സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കറ്റ് ഞങ്ങളുടെ SOC കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കൂട്ടായ്മയാണ്. വായിക്കുന്നവരുടെയും അതുപോലെ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരുടെയും വായിക്കുന്നവരുടെ കൂടെ കൂടാൻ ഇഷ്ടപ്പെടുന്നവരുടെയും ഒക്കെ ഒരു കൂടിച്ചേരലാണ് ആക്ച്വലി SOC. മീ ടൈം ആയിട്ട് ഞാൻ മാറ്റി വെക്കുന്നത് ഈ വായനക്കാണ് കുറേ കാലങ്ങളായിട്ട്. കാരണം കുട്ടികൾ, ഫാമിലി, അതിൻ്റെ സ്ട്രെസ്സ്, അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ മാറ്റി വെക്കുന്ന സമയം എന്നുള്ളത് മെയിനായിട്ട് എൻ്റെ ഈ വായന. അത് അങ്ങനെ ഭയങ്കര ആഴത്തിലുള്ള വായന എന്നല്ല, പക്ഷെ ഉള്ളൊരു 10-15 മിനിറ്റ് ആണെങ്കിൽ പോലും ഞാനൊരു ദിവസം ഈ വായിക്കാൻ വേണ്ടി എപ്പോഴും മാറ്റി വെക്കാറുണ്ട്. സ്ട്രീറ്റ്സ് ഓഫ് കാലിക്കറ്റ് എന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയത് 2017-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും ബേസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മെമ്പേഴ്സ് രജിസ്റ്റർ ചെയ്യുക ഓരോ കാറ്റഗറിയുടെ അണ്ടറിലായിട്ടാണ്. അതിപ്പോൾ മ്യൂസിക്, ആർട്ട്, ലിറ്ററേച്ചർ, ട്രാവൽ, അഡ്വഞ്ചർ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സബ് ബേസ് ആയിട്ട് ലിറ്ററേച്ചറിൽ ഞങ്ങൾ SOC റീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സരോവരം ബയോ പാർക്കിൽ ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. പബ്ലിസിറ്റി ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാ രീതിയിലും അത് പബ്ലിസിറ്റി എന്നുള്ളത് ഞങ്ങൾ പ്രതീക്ഷയിലും നല്ലൊരു രീതിയിലേക്ക് കിട്ടുകയും ആൾക്കാർ പല ഏരിയാസിൽ നിന്നും ഞങ്ങൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അല്ലാതെ ഔട്ട്സൈഡ് പബ്ലിക് മെമ്പേഴ്സ് പോലും വന്നു തുടങ്ങുന്ന ഒരു രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഇതിനെ എല്ലാ മന്തിലും ഫസ്റ്റിലെയും തേർഡിലെയും സൺഡേസിലാക്കിയിട്ട് മാറ്റിയത്. എഴുത്തുകാരും വായനക്കാരും ഒരുമിച്ച് കൂടുന്നത് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് കൂടുക എന്ന് പറയുമ്പോൾ ഈ കൂട്ടം കൂടുക, ഉത്സവങ്ങളെന്നും ഒരു കാലത്ത് ഉത്സവങ്ങൾ കൂട്ടം കൂടാനുള്ള വേദിയായിരുന്നു. ആശയങ്ങളെ പങ്കുവയ്ക്കാനും കൊടുക്കാനും കഴിയുന്ന ഒരു സ്ഥലം. ഇവിടെ നിങ്ങൾ പങ്കുവയ്ക്കുന്നത് പുസ്തകം വായിക്കുക, എല്ലാവരും വരിക, മാസത്തിൽ 2-3 ആഴ്ചകളിൽ വന്ന് പുസ്തകങ്ങൾ വായിക്കുന്നു, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നു. ഒരു വലിയ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നഗരത്തിൽ നിന്ന് മാത്രമല്ല ഒരു നാടിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും സംസ്കൃതിയുടെ ഭാഗമാണ്. ഇത് വായിക്കാൻ ഇഷ്ടമില്ല, പക്ഷെ വായനയിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇത് കൂടുതലും യൂസ് ചെയ്യാറ്. പിന്നെ വായന നിന്നുപോയ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ ഒരു ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് മിസ്സായി പോണ ഒരു കാര്യമാണ്. അപ്പൊ അതൊന്ന് റിവൈവ് ചെയ്തെടുക്കാനും റീഡ്സ് സഹായിക്കുന്നുണ്ട്.